ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. 3ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മലയാളമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. മലയാളത്തിലെ ആദ്യത്തെ യൂണിറ്റ്, നമ്മുടെ ഫസ്റ്റത്തെ യൂണിറ്റ് കനകച്ചിലങ്ക. അപ്പൊ കനകച്ചിലങ്കയിലെ ആദ്യത്തെ പാഠം 1 ഫസ്റ്റത്തെ പാഠത്തിന്റെ ക്ലാസ്സുകൾ നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ക്ലാസ്സുകൾ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കാണുക. നമ്മൾ ഇന്ന് യൂണിറ്റ് 1 കനകച്ചിലങ്കയിലെ 2ാമത്തെ പാഠമായ കഥ കസ്തൂരിയിലെ പാഠങ്ങളാണ് എടുക്കുന്നത്. അപ്പൊ അതിൽ 3 പാഠങ്ങളാണുള്ളത് അല്ലെ, 3 ഭാഗങ്ങളാണുള്ളത്. ആനയും അണ്ണാറക്കണ്ണനും എന്നൊരു നാടോടിക്കഥയുണ്ട്, പിന്നെ 2 കവിതകളുമാണ് ഉള്ളത്, ഒളിച്ചുകളിയും മാനത്തെ കാഴ്ചകളും. അപ്പൊ ആനയും അണ്ണാറക്കണ്ണനും എന്നുള്ള നാടോടിക്കഥ നമ്മൾ ഓൾറെഡി ആ ചാപ്റ്ററിന്റെ ക്ലാസ് നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കാണുക. മലയാളത്തിന്റെയും അതുപോലെ തന്നെ മറ്റ് സബ്ജക്റ്റുകളുടെയും പ്ലേലിസ്റ്റിന്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ള ക്ലാസ്സുകൾ കാണുക. അപ്പൊ ഇന്ന് നമ്മുടെ ഒളിച്ചുകളി എന്നുള്ള കവിതയാണ് ഇന്നത്തെ ക്ലാസ്. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഒളിച്ചുകളി ഇവിടെ നോക്കൂ. നമുക്ക് ആദ്യം തന്നെ എന്താ ചോദിക്കുന്നത്, നമുക്ക് എന്താ ഇവിടെ പറയുന്നത് വായിച്ചു നോക്കാം. ഒളിപ്പിക്കാനും ഒളിപ്പിച്ചു വച്ചത് കണ്ടെത്താനും എല്ലാവർക്കും ഇഷ്ടമാണ്. കവിതയിലും ചില ഒളിപ്പിച്ചു വെക്കലുണ്ട്, അത് കണ്ടെത്തൽ രസകരമാണ്. അല്ലെ, ഒളിപ്പിക്കാനും അതുപോലെ ഒളിപ്പിച്ചു വെച്ചതൊക്കെ കണ്ടെത്താനൊക്കെ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമല്ലേ. നമ്മുടെ കവിതയിൽ ഒരാളെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് അല്ലെ, നമ്മൾ ആരെയാണ് ഒളിപ്പിച്ചു വെച്ചതെന്ന് കണ്ടെത്തണം. ആരെക്കുറിച്ചാണ് ഈ കവിത, കണ്ടെത്തും. അപ്പൊ നമുക്കിവിടെ ഒരു കവിത തന്നിട്ടുണ്ട്. ആ കവിതയിൽ ആരെയെ കുറിച്ച് പറയുന്നുണ്ട് അല്ലെ, അത് ആരെക്കുറിച്ചാണ് പറയുന്നത് എന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഈ കവിത ആരാ എഴുതിയിരിക്കുന്നത്? കുമാരനാശാനാണ്. അദ്ദേഹത്തിന്റെ പുഷ്പവാടി എന്നുള്ള കൃതിയിലുള്ള പുഷ്പവാടി എന്നുള്ള കവിതയിലെ വരികളാണ് ഇവിടെ തന്നിരിക്കുന്നത് കേട്ടോ. കുമാരനാശാനാണ് കവി. കുമാരനാശാനാണ് ഈ കവിത എഴുതിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് വായിച്ചു നോക്കാം കവിതയിലെ വരികൾ എന്താണ്. തളിർത്തുലഞ്ഞു നിന്നിടും തരുക്കൾ തന്റെ ശാഖയിൽ കൊളുത്തി നീണ്ട നൂല് രശ്മി പോലെ 4 ഭാഗവും കുളത്തിനുള്ളു കാണുമർക്ക ബിംബമൊത്തു കാറ്റിലി വെളുത്ത കണ്ണി വച്ചെഴും വിചിത്രരൂപൻ ആരിവൻ. ആരെയോ കുറിച്ചൊരു കടങ്കഥ പോലെയാണ് അല്ലെ ഈ കവിത. അപ്പൊ ആരെയോ കുറിച്ചാണ് ഇവിടെ ചോദിക്കുന്നത്. ആരാണ് ഇവിടെ, ആരെ കുറിച്ചാണ് ഈ കവിതയിൽ പറയുന്നത്? നിങ്ങൾക്ക് വായിച്ചപ്പോൾ മനസ്സിലായോ ആരെ കുറിച്ചാണ് പറയുന്നത്? നമ്മളൊരു എന്താണ് കടങ്കഥ പോലെ തന്നെയാണ്. നമ്മൾ നേരെ വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. ഇത് ആരെ കുറിച്ചിട്ട് ഇതിൽ എന്തുണ്ട് പറയുന്നുണ്ട്. ഓക്കെ, എന്താണ്? തളിർത്തുലഞ്ഞു നിന്നിടും തരുക്കൾ തന്റെ ശാഖയിൽ. ശാഖ എന്ന് വെച്ചാൽ എന്താ? മരക്കൊമ്പ് അല്ലെ. മരക്കൊമ്പ് കൊളുത്തി നീണ്ട നൂല് രശ്മി പോലെ 4 ഭാഗവും കുളത്തിനുള്ളു കാണും അർക്ക. അർക്കൻ എന്ന് വെച്ചാൽ ആരാ? സൂര്യനാണ് കേട്ടോ. കാണും അർക്ക ബിംബമൊത്തു കാറ്റിലി വെളുത്ത കണ്ണി വച്ചെഴും വിചിത്രരൂപൻ ആരിവൻ എന്നാണ് നമ്മുടെ കവിതയിൽ പറയുന്നത്. അപ്പൊ നമുക്ക് ഈ കവിത എഴുതിയത് ആരാന്നാ പറഞ്ഞത്? കുമാരനാശാൻ അല്ലെ. കവി കുമാരനാശാനാണ്. ആരെ കുറിച്ചാണ് ഈ കവിതയിൽ പറയുന്നത് എന്നറിയോ? നിങ്ങൾക്ക് വായിച്ചു നോക്കിയപ്പോൾ മനസ്സിലായോ? ചിലന്തിയെ കുറിച്ചാണ് പറയുന്നത്. ചിലന്തിയെ കണ്ടിട്ടില്ലേ നിങ്ങള്? ധാരാളം കാണുന്ന, നമ്മുടെ വീട്ടിലൊക്കെ കാണാൻ കഴിയുന്ന ഒരു ജീവിയാണ് അല്ലെ ചിലന്തി എന്ന് പറയുന്നത്. അപ്പൊ ചിലന്തി എന്നുള്ള 8 എന്നും പറയും. നമ്മൾ ഇംഗ്ലീഷിൽ എന്താ പറയാ? സ്പൈഡർ അല്ലെ. അപ്പൊ നമ്മുടെ ചിലന്തിയെ കുറിച്ചാണ് നമ്മുടെ ഈ കവിതയിൽ പറയുന്നത്. നമുക്ക് ആദ്യം കവിതയുടെ ആശയം എന്താണെന്ന് നോക്കാം. കവിതയിൽ എന്താണ്, എങ്ങനെയാണ് ആ വരിയുള്ള അർത്ഥം എന്താന്ന് നമുക്ക് നോക്കാം. ഓക്കെ, പുതിയ ഇലകളുമായി നിൽക്കുന്ന മരക്കൊമ്പ്, അതാണ് എന്തിന്റെ അർത്ഥം? തളിർത്തുലഞ്ഞു നിന്നിടും. തളിർത്തുലഞ്ഞു നിന്നിടും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? പുതിയ ഇലകളുമായി നിൽക്കുന്ന മരക്കൊമ്പ്. തളിർത്തുലഞ്ഞു നിന്നിടും തരുക്കൾ തന്റെ ശാഖയിൽ. തരുക്കൾ എന്ന് വെച്ചാൽ മരങ്ങൾ. അപ്പൊ അതിന്റെ അർത്ഥം, ആ വരിയുടെ അർത്ഥമാണ് പുതിയ ഇലകളുമായി നിൽക്കുന്ന മരക്കൊമ്പ്. അടുത്ത വരി എന്താ? കൊളുത്തി നീണ്ട നൂല് രശ്മി പോലെ 4 ഭാഗവും കുളത്തിനുള്ളു കാണുമർക്ക ബിംബമൊത്തു കാറ്റിലി. അടുത്ത വരികളുടെ അർത്ഥം എന്താ? അതിൽ പുതിയ ഇലകളുമായി നിൽക്കുന്ന മരക്കൊമ്പ്, അതായത് ആ മരക്കൊമ്പില് അതിൽ സൂര്യരശ്മി പോലെ 4 ഭാഗത്തേക്കും നീളത്തിൽ കൊളുത്തിയിട്ട നൂലുകൾ. അതായത് നമ്മുടെ ചിലന്തി വല കൂട്ടും അല്ലെ, ചിലന്തി വല കണ്ടിട്ടില്ലേ? അതാണ് ഇവിടെ പറയുന്നത്. ചിലന്തിയുടെ കൂട്, അതിന് നൂല് പോലെ ഉണ്ടാവില്ല, അതിനെയാണ് പറയുന്നത്. കുളത്തിൽ അത് സൂര്യബിംബം പോലെ കാണുന്നു. വെളുത്ത വല വിരിച്ച് കാറ്റിലാടുന്ന വിചിത്ര രൂപമുള്ള ഇവൻ ആരാണ് എന്ന് ഇവിടെ ചന്ദ്രക്കലയുണ്ട് എന്ന് കവി ചോദിക്കുന്നു. ഓക്കെ, അപ്പൊ എന്താ അതിന്റെ ഉത്തരം? നമുക്ക് എന്താന്ന് മനസ്സിലായത്? എന്ത് മനസ്സിലായി? ഉത്തരം ചിലന്തിയാണെന്ന് അല്ലെ. അപ്പൊ നമ്മുടെ അടുത്ത ഫസ്റ്റത്തെ ചോദ്യം, നമ്മുടെ ഈ ചാപ്റ്ററിലെ ഫസ്റ്റത്തെ ചോദ്യം എന്താ? കവിത താളമിട്ട് ചൊല്ലും. ഒരു ആക്ടിവിറ്റി ആണ്. നമ്മൾ കവിതയ്ക്ക് എന്ത് ചെയ്യുക? ഒരു നല്ല ഈണമൊക്കെ ഇട്ട് നല്ല താളത്തിൽ എന്ത് ചെയ്യുക? ചൊല്ലാനാണ് പറയുന്നത്. അപ്പൊ ചെയ്ത് നോക്കുക. അടുത്ത പ്രവർത്തനം, താഴെ കൊടുത്ത വാക്കുകളുടെ അർത്ഥം നിഘണ്ടു നോക്കി കണ്ടെത്തൂ. അപ്പൊ എന്താ? നിഘണ്ടു പറഞ്ഞ ഡിക്ഷണറി ആണ്. നമുക്ക് ഇവിടെ കുറച്ച് വാക്കുകൾ തന്നിട്ടുണ്ടല്ലേ, ആ വാക്കുകളുടെ അർത്ഥം എന്താണെന്നാണ് ചോദ്യം. ഓക്കെ, തളിർത്ത്, ഉലഞ്ഞ്, തരുക്കൾ, ശാഖ, രശ്മി, അർക്കൻ, ബിംബം, വിചിത്രരൂപൻ. നമുക്ക് അർത്ഥം നോക്കാം.
തളിർക്കുക പറഞ്ഞ എന്താ, അല്ലെങ്കിൽ തളിർത്ത് വെച്ച പുതിയ ഇലകൾ ഉണ്ടാവുന്നതിനാണ് തളിർത്ത് എന്ന് പറയുക. തളിർക്കുക അല്ലെങ്കിൽ തളിർത്ത് എന്ന് പറഞ്ഞാൽ പുതിയ ഇലകൾ ഉണ്ടാവുക, ഇതിനർത്ഥം ഈ വാക്കിന്റെ അർത്ഥമാണ് കേട്ടോ, പുതിയ ഇലകൾ ഉണ്ടാവുക. അടുത്തത് ശാഖ, കണ്ടില്ലേ ശാഖ, ഈ വേർഡിന്റെ അർത്ഥം എന്താ, കൊമ്പ്. ബിംബം പറഞ്ഞാൽ നിഴൽ. ഉലഞ്ഞ് ഓക്കെ, ഇവിടെ ചന്ദ്രക്കല ഉണ്ട്. ഉലഞ്ഞ് എന്ന് വെച്ചാൽ ആടുക. രശ്മി എന്ന് വെച്ചാൽ കിരണം. വിചിത്രം കൗതുകം ജനിപ്പിക്കുന്ന, കൗതുകം ഉണ്ടാക്കുന്നതിനാണ് വിചിത്രം എന്ന് പറയാ, അല്ലെങ്കിൽ വിചിത്ര രൂപം എന്ന് വെച്ചാൽ കൗതുകം ജനിപ്പിക്കുന്ന രൂപമുള്ളവൻ. ഓക്കെ. തരുക്കൾ പറഞ്ഞാൽ മരങ്ങൾ. അർക്കൻ പറഞ്ഞാൽ സൂര്യൻ എന്നാണ്. അർത്ഥം മനസ്സിലായില്ലേ? ഓരോ വേർഡ്സിന്റെ അർത്ഥം, ഓരോ വാക്കുകളുടെ അർത്ഥം കിട്ടിയില്ലേ? അടുത്ത ചോദ്യം, കവിതയ്ക്ക് എന്ത് പേരിടും നമുക്ക് വായിച്ചപ്പോൾ നമുക്ക് ഉത്തരം കിട്ടിയത് ചിലന്തിനെ പറഞ്ഞ മറ്റൊരു വാക്ക് എന്താ, എട്ടുകാലി. അപ്പൊ നമുക്ക് അത് തന്നെ നമ്മുടെ കവിതയ്ക്ക് പേരിടാം, എട്ടുകാലി. കവിതയിൽ നിന്ന് കിട്ടിയ എന്തെല്ലാം സൂചനകളാണ് പേര് കണ്ടെത്താൻ സഹായിച്ചത്? അപ്പൊ നമുക്ക് എന്തൊക്കെ ഈ എട്ടുകാലി എന്നുള്ള പേരിടാൻ കാരണമായത് എന്താണ്, എന്തൊക്കെ സൂചനകളാണ്? നീണ്ട നൂല് രശ്മി പോലെ 4 ഭാഗവും, വിചിത്രമായ രൂപം, ഇതൊക്കെ നമുക്ക് വായിച്ചപ്പോഴാണ് എട്ടുകാലിയാണെന്നുള്ളത് മനസ്സിലാവുന്നത് അല്ലെ. അപ്പൊ അതൊക്കെ തന്നെയാണ്, ആ സൂചനകൾ തന്നെയാണ് എട്ടുകാലി എന്നുള്ള പേരിടാനും കാരണം. അപ്പൊ ഇനി അടുത്തത്, ഇത്രയുമാണ് ഈ നമ്മുടെ ഒളിച്ചുകളി എന്നുള്ള പാഠത്തിലെ ചോദ്യങ്ങൾ. ഇനി നമ്മൾ എഴുതിയിരിക്കുന്നത് ഇതുപോലെ, അതായത് നമ്മുടെ ഒളിച്ചുകളി എന്നുള്ള നമ്മുടെ കവിത എങ്ങനെയാണ്, കുമാരനാശാന്റെ ആ കവിതയിൽ ഒരു കടങ്കഥയുണ്ട് അല്ലെ, എന്തും നമ്മൾ കണ്ടുപിടിക്കുകയാണ്, ഒരു ജീവിന്റെ പേര് നമ്മൾ കണ്ടുപിടിച്ചു. അതേപോലെ ഒരു കടങ്കഥയുടെ രൂപത്തിലുള്ള കവിതയാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഈ കവിത എഴുതിയിരിക്കുന്നത് പി പുഷ്പാങ്കദനാണ്, കവി പി പുഷ്പാങ്കദനാണ് ഈ കവിതയുടെ കവി. ഓക്കെ, അപ്പൊ ഈ കവിത ഇതുപോലെ നമ്മുടെ കടങ്കഥ രൂപത്തിലുള്ള ഒരു കവിതയാണ്. ഓക്കെ, നമുക്ക് വായിച്ചു നോക്കാം. മൂളിപ്പാട്ടും പാടി വരുന്നൊരു ചോരക്കൊതിയൻ നീ, ചോര തുടിക്കും മെയ് കാണുമ്പോൾ ഓടിയടുക്കും നീ, ഞാനറിയാതിൻ ഹിതമറിയാതെ മേനിയിലെത്തും നീ, ദാരുണമായിൻ ചോര കുടിക്കാൻ സൂചി തറയ്ക്കും നീ. ഉത്തരം ഇവിടെ തന്നെ ഉണ്ട് അല്ലേ, നമ്മൾ ഉത്തരം കൊടുത്തിട്ടുണ്ട്. ഉത്തരം എന്താ, കൊതുക് അല്ലെ. കൊതുകിനെ കുറിച്ചാണ് ഈ കവിതയിൽ പറയുന്നത്. അപ്പൊ ഇതുപോലെ എന്തുണ്ട്, ഒരുപാട് കവിതകളുണ്ട്, കടങ്കഥ രൂപത്തിലുള്ള കവിതകൾ. അപ്പൊ കൂടുതൽ ഇതുപോലുള്ള കവിതകൾ കണ്ടെത്തി എന്ത് ചെയ്യുക, എഴുതുക. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഈ പാഠത്തിലെ ചോദ്യങ്ങള്. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഒളിച്ചുകളി എന്നുള്ള പാഠം മനസ്സിലായില്ലേ? ഇന്നത്തെ ക്ലാസ് എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായോ? നമ്മൾ ഒളിച്ചുകളി മാത്രമല്ല മറ്റ് ക്ലാസ്സുകൾ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും കാണുക. ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, അതേപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമ്മുടെ മറ്റ് സബ്ജക്റ്റുകൾ, ഇംഗ്ലീഷ്, അതുപോലെ മലയാളം, അതുപോലെ മാത്സ് ആയിക്കോട്ടെ, മലയാളം മീഡിയത്തിന്റെ ആണെങ്കിലും എല്ലാ ക്ലാസ്സുകളും തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ക്ലാസ്സുകൾ കാണാൻ വേണ്ടി പ്ലേലിസ്റ്റ്, ഓരോ സബ്ജക്റ്റിന്റെ പ്ലേലിസ്റ്റിന്റെ ലിങ്കും നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള ക്ലാസ്സുകൾ പ്ലേലിസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് കാണുക. താങ്ക് യു.